ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് വരാം. ഏത് പടത്തിൽ മറ്റോ ഏതത് കബഡി സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഭയങ്കര കുത്തനുള്ള ഇറക്കാം കേട്ടോ, കുത്തനുള്ള ഇറക്കാം. അതിൽ നിന്ന് ഇങ്ങനെ ഞാൻ വണ്ടിയിൽ വരുമ്പോൾ ഒരുത്തൻ ഷർട്ടൊന്നും ഇടാണ്ട് ട്രൗസർ, എൻ്റെ പഴയ കാലത്തെ ട്രൗസർ പോലെ അവൻ്റെ ട്രൗസർ ഇങ്ങനെ അങ്ങനെ ചിരിച്ചിട്ടുള്ള ട്രൗസർ, ബാക്ക് കീറിയിട്ടേ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ട്രൗസർ. അവന് ട്രൗസറിനും സന്തോഷം, അവൻ്റെ മുഖത്തും സന്തോഷം. ഈ സൈക്കിളും പോകണ്ട. അപ്പൊ അവന്റെ അമ്മ താഴെ നിന്ന് അലക്കുമ്പോ എടാ വീഴും എടാ വേണ്ട പതുക്കമാ വീഴും. അപ്പൊ പറഞ്ഞേ ഒന്നും പറ്റില്ല. ഈ ഇറക്കത്തുനിന്ന് സൈക്കിൾ അങ്ങോട്ട് വീണിട്ട് നെഞ്ചാൻ കൂടെ നോക്കിയിട്ടില്ലേ അങ്ങോട്ട് നിരങ്ങിട്ട് ഈ അമ്മ അലക്കണ കല്ലിന്റെ അവിടെ രക്ഷ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അമ്മേനെ നോക്കിയവൻ. എന്നിട്ട് ഇപ്പൊ ആ കൊച്ചവിടെ നിന്നിട്ട് പറയാ എനിക്കൊന്നും പറ്റില്ല. ഇവിടുന്ന് അങ്ങടേ ഒരഞ്ഞിട്ട് കൊരങ്ങന്റെ മോന്ത പോലെ ഇരിക്കുന്നത് ഒരഞ്ഞിട്ട്. അതാണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ. ആദ്യം പറയാൻ ചമ്മല് മാറ്റാൻ വേണ്ടിട്ടാ, അമ്മയുടെ മുഖം കണ്ടിട്ടാണ് അപ്പൊ ഇങ്ങനെ നിൽക്കാൻ അരയ്ക്കാനായിട്ട്. അപ്പൊ ഈ വെക്കേഷനിലൊക്കെ കുഞ്ഞു മക്കളൊക്കെ ഒരുവിധം ഒതുങ്ങിയിരിക്കേണ്ട സമയങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും. കാര്യം മാങ്ങ പൊട്ടിക്കാൻ പോകുമ്പോഴും പിന്നെന്താ ചക്കപ്പഴം പറിക്കാൻ പോകുമ്പോഴും പിന്നെ കുട്ടിയും കോലും കളിക്കാൻ പോകുമ്പോഴും ക്രിക്കറ്റ് കളിക്കുമ്പോഴും സൈക്കിൾ ഓടിക്കുമ്പോഴും. ഞാൻ ഈ സ്കൂൾ പൂട്ടിന് ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാ മൂലിക്കും ഓരോ പിള്ളേർ വീഴണം കാണാം, വീണും കാണാം, എണീറ്റ് നിൽക്കണം കാണാം. എന്താ നിങ്ങൾക്ക് നമുക്ക് എന്താ പറ്റിയെന്നുള്ള റിയാക്ഷനാണ് കുഞ്ഞുങ്ങളുടെ. അപ്പോൾ വെക്കേഷൻ എന്തായാലും എല്ലാ മക്കളും അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം ഇറങ്ങിയിരിക്കണം നല്ല നല്ല പടങ്ങളൊക്കെ കൊണ്ട് മക്കളെ കൊണ്ട് കാണിക്കണം. എൻ്റെ പടമല്ല, എല്ലാ പടങ്ങളും മക്കളെ രസിച്ച് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല പടങ്ങൾ ഇപ്പോൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് കാണിക്കണം. പിന്നെ അതേമാതിരി എന്താ പറയുക, നമുക്ക് ഈ വെക്കേഷൻ തീർച്ചയായിട്ടും കുട്ടികളുടെ കൂടെ എനിക്കൊക്കെ അനുഭവസ്ഥനാണ്. ഞാനൊരു സിനിമാ നടനായതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ മകള് സ്കൂള് പൂട്ടിരിക്കുക. എൻ്റെ അടുത്ത് ഒന്നും പറയാം, അച്ഛാ ടൂർ പോകേണ്ട സമയമായച്ചാ പോകണ്ട. എൻ്റെ ഭാര്യ ആയാലും അതെ, എൻ്റെ മകളായാലും അതെ. വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് പാവങ്ങൾ. ഞാനിങ്ങനെ ഷൂട്ടിങ്ങിന് പോകും. ഞാൻ വരുന്നത് കുറേ ഒത്തിരി ലേറ്റ് ആകുമ്പോഴേക്കും വരും. പക്ഷെ എന്നാലും ടൂർ എന്തായാലും മസ്റ്റായിട്ട് ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയത് ഞങ്ങൾ ഇവിടുന്ന് നേരെ കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടെ പോയി നല്ലൊരു ഒതുക്കമുള്ള സ്ഥലമാണ്. ഇപ്പോഴും ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അവിടെ തന്നെ താമസിക്കാറ്. അവിടെ പോയി താമസിച്ചു. അന്ന് രാത്രി ഞങ്ങൾ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് പാട്ടും കൂത്തും കളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ആലപ്പുഴ വന്ന് ഒരു ഹൗസ് ബോട്ട് എടുത്തു. ഹൗസ് ബോട്ടിൽ ഫാമിലി ആയിട്ട് ഒരു ദിവസം രാത്രി താമസിച്ചു. അങ്ങനെ മോളായിട്ട് ചിരിച്ചും കളിച്ച് രസിച്ച് വന്നു. ഒരു സ്വന്തം കുഞ്ഞിനൊരു സിനിമാ നടന, അച്ഛൻ സിനിമാ നടനായുള്ള അവസ്ഥ അതാ. നമുക്കൊരു ഫ്രീഡം ഉണ്ടാവില്ല. അവരും കൊണ്ട് വേറെ എവിടെയും പോകാൻ പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് ആൾക്കാർ കൂടുക, പിന്നെ നമുക്ക് അവരെ നോക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയട്ടെ, ഒരു 50 വയസ്സ് വരെയൊക്കെ മതി സിനിമയിലൊക്കെ. അല്ല, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് അവറ്റകളുടെ കൂടെ കളിച്ചും ചിരിച്ചും രസിച്ചൊക്കെ പോകാനുള്ളൊരു അച്ഛൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമുണ്ട്. അച്ഛനെന്ന് വെച്ചാൽ ഒരു എൻ്റെ മോളുടെ അച്ഛൻ്റെ എൻ്റെ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹമാണ്. അവളിപ്പോൾ ഇത് വെക്കേഷനൊക്കെ ആയിട്ട് ഒരു കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ നല്ല കമ്പ്യൂട്ടറിലാണ് ഇപ്പോൾ കളി. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. ഒരു കയ്യിൽ എന്തിട്ട് കഴിക്കാനാണ്. അത് ഈ ആരാ പറഞ്ഞ മാതിരി മറ്റേ ഹോർലിക്സോ അല്ലെങ്കിൽ പാലോ അങ്ങനെ ഫോറിൻ ഫുഡൊന്നും കഴിക്കാറൊന്നുമില്ല കേട്ടോ. സാധാരണ ഫുഡ്. അതിനെൻ്റെ പോലെ കുറച്ച് ചോറ്, ചമ്മന്തി, ഉണക്കിമീൻ വറുത്തത്, അങ്ങനെയൊക്കെ ഉള്ള ഫുഡാണ് എൻ്റെ മോള് കഴിക്കാറുള്ളത്. അത് അവറ്റകളിൽ നിന്ന് കഴിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. വീട്ടിലേക്ക് ഓടി വരുമ്പോൾ തന്നെ വന്ന് കെട്ടി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. ഒരു ഉമ്മ കൊടുക്കാനാണ്. അപ്പോൾ ചുണ്ടത്തൊരു ഉമ്മ കൊടുത്താൻ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അത് സന്തോഷത്തിൻ്റെ തന്നെ ഓരോ ആക്ഷനുകളൊക്കെ. കുഞ്ഞു മക്കളുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അതിന് പ്രത്യേകിച്ച് വീട്ടിൽ അച്ഛനും അമ്മമാരും എല്ലാവരും സന്തോഷമായിരുന്നെങ്കിൽ മാത്രമേ അവരുടെ മനസ്സിനൊരു തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലേ? നമ്മളൊരു നേരത്തെ ആഹാരം കഴിക്കുകയാണെങ്കിൽ പോലും അച്ഛനും അമ്മയും വീട്ടിൽ വഴക്ക് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അത് കഴിച്ചാൽ ഇറങ്ങൂല്ല. നിങ്ങൾ നോക്കിക്കോ, നമ്മൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ബഹളം ഉണ്ടാവണമെന്ന് അവരുടെ കണ്ണ് ഇവിടെ ഇരിക്കുള്ളൂ. അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അവർ. എന്നിട്ട് അത് അതേമാതിരി പോയിട്ട് സ്കൂളിൽ പോയി പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഒരുവിധപ്പെട്ട ടീച്ചർമാരൊക്കെ ചോദിക്കുകയും ചെയ്യും, എന്തായിരുന്നു ഇന്നലെ വീട്ടിലെ, ഇന്നലെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അങ്ങനെ അത് കംപ്ലീറ്റ് ചോദിച്ച് ഫീഡ് ചെയ്ത് മേടിക്കും കുട്ടികളുടെ. പിള്ളേർ അതങ്ങനെ വാർത്തയായി പോയിക്കൊണ്ടിരിക്കും. സത്യമാണ്. പിള്ള മനസ്സിൽ കളങ്കമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം.